So it's a space where you can see women, children have a blast here on this evening. Football is not just a man's game. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ദേ ആർ സോ എക്സൈറ്റഡ്. ചെറിയ കുട്ടികളായിട്ട് ചെറിയ ബേബീസിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് അവർ. ദാറ്റ്സ് വൈ ദേ ഓൾ ആർ ഹിയർ. ഈ സമയത്ത് പോലും അവർക്ക് വന്നത് തന്നെ അതുകൊണ്ടാണ്. ലോകമെങ്ങും വേൾഡ് കപ്പിന്റെ ആവേശത്തിലാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ഗോകുലം മാളിലാണ്. ഗോകുലം മാളിൽ ഒരു വ്യത്യസ്തമായ ഫുട്ബോൾ സ്ക്രീനിംഗ് ആണുള്ളത്. ഈ കാണുന്നത് പോലെ സ്ത്രീകളും കുട്ടികളും മാത്രമാണ് ഇവിടെ ഫുട്ബോൾ കാണാൻ എത്തിയത് എന്നുള്ളത്. അതായത് പുരുഷന്മാർ കൈയടക്കി വെച്ചിരിക്കുന്ന ഫുട്ബോളിൽ സ്ത്രീകളടക്കം ഇത്തരത്തിൽ അവരൊരു കൂട്ടായ്മയെ സംഘടിപ്പിച്ച് രാത്രി ഈ ഫുട്ബോൾ മത്സരം കാണാൻ വേണ്ടി നേരിട്ട് എത്തിയിരിക്കുകയാണ്. എന്തായാലും വിവിധ രാജ്യങ്ങളുടെ ഒക്കെ തന്നെ ആരാധകർ ഈ മത്സരം കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇത്തരത്തിലൊരു വേറിട്ട രീതിയിൽ ഈ മത്സരം കാണാൻ വേണ്ടിയുള്ളൊരു സംഘാടകരെയാണ്. അതായത് സ്ത്രീകളെയും കുട്ടികൾക്കും വേണ്ടി സുരക്ഷിതമായി ഈ മത്സരം കാണാനുള്ളൊരു വഴിയൊരുക്കുകയാണ് ഈ സംഘാടകർ. എന്തായാലും സംഘാടകരൊക്കെ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മാഡം, എങ്ങനെയാണ് ഇപ്പം സ്ത്രീകൾ മാത്രമാണോ ഇവിടെ മത്സരം കാണാൻ? Only for women. At the younger school, we thought, while everybody is doing a FIFA fever with the jerseys on, and the whole city is lit up with spaces only for men to enjoy the finals. For women, it's not very safe to get into the beach screens and all those places. So we thought, why not? It's a game that, is loved by the entire world, and why should women be left behind? So with that thought, we thought, let's have something organized by the Springwood Primary and our sister concern Little Discoveries Preschool. We approached Miralda for a sponsorship and they instantly agreed to it. So it's a space where you can see women, children have a blast here on this evening. എന്തായാലും ഇപ്പം വേൾഡ് കപ്പ് മത്സരങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഫുട്ബോൾ പൊതുവിൽ ഒരു പുരുഷാധിപത്യം അല്ലെങ്കിൽ പുരുഷന്മാരുടെ കളിയായിട്ടാണല്ലോ. അപ്പം എങ്ങനെയാണ് ഈ സ്ത്രീകൾ ഒരു കൂട്ടായ്മയിലേക്ക് എത്തിയത്? I think everybody knows, everyone loves football, not just men. And മലയാളത്തിൽ പറഞ്ഞ പ്രേക്ഷകർക്ക് കൂടി അതാണ് എല്ലാവർക്കും അറിയാം, ഫുട്ബോൾ ഇസ് നോട്ട് ജസ്റ്റ് എ മാൻസ് ഗെയിം. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ദേ ആർ സോ എക്സൈറ്റഡ്. ചെറിയ കുട്ടികളായിട്ട് ചെറിയ ബേബീസിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം എത്രത്തോളം ഇറ്റ്സ് സച്ച് എ ലവ്ഡ് ഗെയിം ബൈ എല്ലാവർക്കും കൂടി ഇഷ്ടമാവുന്ന ഗെയിമാണ്. സോ മലബാർ റീജിയനിൽ പ്രത്യേകിച്ചിട്ട് ഈ ഫുട്ബോൾ ഫീവർ ഒരു കുറച്ച് എക്സ്ട്രീംലി ഹൈ ആ. സോ ഐ ഡോണ്ട് തിങ്ക് എനിബഡി തോട്ട് ദാറ്റ് ഈ ഗെയിം സ്ത്രീകൾക്കും കൂടി ഈക്വലി എൻജോയ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഈ സ്ത്രീകൾ കാത്തിരിക്കുന്നു. സോ ദ പ്രസൻസ് ഓഫ് വിമൻ, ചിൽഡ്രൻ, 2 months old babies ഒക്കെ is a testimony to that, how much women enjoy this. And I feel wonderful that we thought of, organizing something like this for women. സുരക്ഷിതമായ ഒരു മത്സരം ആളുകൾക്ക് കാഴ്ചവെക്കാനായിരിക്കും. അതെ, എന്തായാലും അത് നമ്മളിവിടെ ലേഡീസ് ഓൺലി ആക്കിയത് നമ്മളെ പെണ്ണുങ്ങൾക്കും അതൊരു ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി. ഈ രാത്രിയിൽ ഇത്രയും ലേറ്റ് നൈറ്റിൽ അവർക്ക് ഇവിടെ വന്നിട്ട് കാണാനുള്ളത് ഒരു ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് അവർ. ദാറ്റ്സ് വൈ ദേ ഓൾ ആർ ഹിയർ. ഈ സമയത്ത് പോലും അവർക്ക് വന്നത് തന്നെ അതുകൊണ്ടാണ്. പറഞ്ഞതുപോലെ വേൾഡ് കപ്പ് മത്സരങ്ങൾ മിക്കതും നടക്കുന്നത് രാത്രി 12 മണി, 2 മണി, അങ്ങനെ വ്യത്യസ്ത സമയങ്ങളിലാണ്. അർദ്ധരാത്രിയാണ് പലപ്പോഴും മത്സരം നടക്കുന്നത്. ഈ ഘട്ടത്തിലാണ് എന്തായാലും സ്ത്രീകൾക്ക് സുരക്ഷിതമായി ഫുട്ബോൾ മത്സരം കാണാൻ വേണ്ടി ഒരു വേദി ഈ കൂട്ടായ്മ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഈ കാണുന്നത് പോലെ കുട്ടികളടക്കം വിവിധ രാജ്യങ്ങളുടെ ആരാധകരുണ്ട്. അർജന്റീനയുടെ ആരാധകയാണോ? അർജന്റീന ജയിക്കുമോ അല്ലെങ്കിൽ സ്പെയിന് ജയിക്കുമോ? യമാലിന്റെ ഈ സ്പെയിനിന്റെ ആരാധകരും ഇല്ലേ? പോർച്ചുഗൽ ആരാധകരാണോ? പോർച്ചുഗലിന്റെ ആരാധകരാണോ? സ്പെയിനാണ്. പക്ഷെ പോർച്ചുഗൽ ജയിക്കുകയാണ്. യമാലിന്റെ ആരാധകരാണോ? എന്തായാലും കുട്ടികളൊക്കെ വലിയ ആവേശത്തിലാണ്. തൊട്ടിപ്പുറം ഒരു ചെറിയ കുഞ്ഞ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരാള് വേൾഡ് കപ്പ് മത്സരം നടക്കുന്നതൊന്നും അറിഞ്ഞിട്ടില്ല, നല്ല ഉറക്കത്തിലാണ്. ഈ വേൾഡ് കപ്പ് കാണാൻ വേണ്ടി അമ്മയ്ക്കൊപ്പം എത്തിയതാണ്. അമ്മയാണോ? അമ്മൂമ്മയാണല്ലേ? കുട്ടി ഉറങ്ങിപ്പോയല്ലേ? കുട്ടി ഉറങ്ങിപ്പോയി, എന്നാലും കളി കാണണം. അതിനുള്ള സൗകര്യം ഉൾപ്പെടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ബെഡ് എല്ലാം ഉണ്ട്. ഈ ഇത്തരത്തിൽ കുട്ടികളെ കൂടി കൊണ്ടുവരുമ്പോൾ അവർക്ക് കൂടി കണക്കാക്കിയിട്ട് ഒരു ഉറങ്ങാനൊക്കെ ഉള്ളൊരു സംവിധാനമൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഒരുക്കിയിട്ടാണ് എന്തായാലും ഈ കൂട്ടായ്മ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ കാണുന്നത് പോലെ വേൾഡ് കപ്പിന്റെ ആവേശം ഇവരും ഒട്ടും കുറവല്ല, വലിയ ആവേശത്തിലാണ്. ജേഴ്സി അണിഞ്ഞ് രാജ്യങ്ങളുടെ ഒക്കെ തന്നെ കൊടി പിടിച്ചൊക്കെ തന്നെ വലിയ ആവേശത്തിൽ എല്ലാവരും അർജന്റീന, ബ്രസീൽ, സ്പെയിനിന്റെ അർജന്റീന ജേഴ്സി സ്പെയിനിന്റെ ജേഴ്സി കിട്ടിയില്ല. അർജന്റീനയുടെ ജേഴ്സി ഇട്ടത് അർജന്റീന ആരാധികയായതുകൊണ്ട് തന്നെയാണോ? ആണ്. ആണല്ലേ?
ഇവർക്ക് സ്പെയിനിന്റെ ജേഴ്സി കിട്ടിയില്ല. എന്റെ അനിയൻക്കും അന്നരാ അർജന്റീന ആരാധികയാണോ? എന്തായാലും ഈ കാണുന്നവരൊക്കെ തന്നെ അർജന്റീനയുടെ ആരാധകരുണ്ട്. ഇതാ കപ്പൊക്കെ പിടിച്ച് ഇതാണ് ഈ കപ്പ് ഇത്തവണ ആര് പിടിക്കും എന്നുള്ളതാണ് നമ്മളൊക്കെ ഉറ്റുനോക്കുന്നത്. നിന്റെ കപ്പാണോ? ആരാ ജയിക്കുക? അർജന്റീന. അർജന്റീന ആരാധകനാ? അർജന്റീന ആരാധകർ. സ്പെയിൻ എന്തായാലും ലൂസി. അർജന്റീന രണ്ടാമതും വേൾഡ് കപ്പ് എടുക്കും. ഇതാണ് കുട്ടികളൊക്കെ വലിയ ഉറക്കം ഒഴിച്ച് ഇവിടെ കാത്തിരിക്കുകയാണ്. ഇവർക്ക് ഉറങ്ങാനുള്ള സൗകര്യം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കൂടി കാര്യമാണ്. മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് റിപ്പോർട്ടർ കോഴിക്കോട്.